കൊല്ലം കുളത്തൂപ്പുഴയിൽ ഗുരുതരമായി പരുക്കേറ്റ നിലയിൽ പിടിയാനയെ കണ്ടെത്തി. ചിറ്റാർ പാലത്തിന് സമീപം കൽച്ചിറ ഭാഗത്താണ് കാട്ടാന എത്തിയത്. ആനയുടെ പിൻവശത്തെ വലതുകാലിലാണ് പരുക്ക്. വേദന കൊണ്ട് കാൽ നിലത്തുറപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ആറ്റിൽ വീണുപോയ കാട്ടാനയെ ഒപ്പമുണ്ടായിരുന്ന ആന തുമ്പിക്കൈ ഉപയോഗിച്ച് ഉയർത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇപ്പോൾ ഈ ആനയെ കണ്ടെത്തിയത് എവിടെയാണ്? നിലവിൽ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ആനയുടെ സ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ പരുക്കേറ്റ അവസ്ഥയിലാണ് ആനയെ കണ്ടെത്തിയിരിക്കുന്നത്. അതെ, ഇപ്പൊ ഈ അവന്തിക സൂചിപ്പിച്ചതുപോലെയാണ്. ചിറ്റാർ പാലത്തിന് സമീപം കൽച്ചിറ ഭാഗത്താണ് കാട്ടാന ഉള്ളത്. അത് ആളുകൾ കൂടുതൽ അടുക്കുമ്പോൾ അത് ഉൾവനത്തിലേക്ക് പോകാനായി ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഒപ്പമുള്ള കൂടെ മറ്റൊരാന കൂടിയുണ്ട്. ആ ആനയാണ് ഈ ആനയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നത്. എന്നാൽ ഇതിന്റെ പിൻഭാഗത്ത് അതിന്റെ കാല് വലതുവശത്തെ കാലിനാണ് നിലത്തുറപ്പിക്കാൻ അതിന് കഴിയുന്നില്ല. വലിയ തരത്തിലുള്ള വ്രണമുണ്ടെന്നാണ് വനംവകുപ്പ് അധികൃതർ തന്നെ പറയുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ശുശ്രൂഷിക്കുക? മയക്കുപൊടി വെച്ചിട്ട് ആനയെ അവിടെ വെച്ച് തന്നെ ചികിത്സിച്ച് വനത്തിലേക്ക് വിടണോ, അതോ അതിനെ മയക്കുപൊടി വെച്ച് കൊണ്ടുപോകണോ തുടങ്ങിയ പല കാര്യങ്ങളിലും ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിലവിൽ ഈ കാട്ടാനയുടെ സമീപത്തേക്ക് ആർക്കും പോകാൻ കഴിയുന്നില്ല. ഏതെങ്കിലും തലത്തിൽ ചിലപ്പോൾ അതൊരു അപകടത്തിന് വഴി സാധ്യതയുണ്ട്. കൂടുതൽ ആളുകൾ അവിടെ എത്തുകയും ബഹളം വെക്കുകയും ചെയ്യുന്നത് ആനയ്ക്കും അത് അലോസരം സൃഷ്ടിക്കുന്നുണ്ട്. ഈ നിലയിലാണ് നിലവിലെ സ്ഥിതി. എന്തായാലും അല്പസമയത്തിനകം CCF ഉൾപ്പെടെ ഈ വൈൽഡ് ലൈഫിന്റെ CCF ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷം ഇതിനെ ഏത് രീതിയിൽ ആനയ്ക്ക് ആ ഒരു പരിപാലനം നൽകണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണയിലെത്തും. അവന്തി. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.